ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്കൊരുമിച്ച് ഈ ധ്യാനത്തിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രോ ഇൻ ഗ്രേസ്, കൃപയിൽ വളരുക എന്നുള്ളതാണല്ലോ ഈ ആഴ്ചത്തെ ചിന്താവിഷയം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മാതാപിതാക്കളുമായി ചേർന്ന് യെരുശലേം ദേവാലയത്തിൽ പോവുകയും അവിടുത്തെ ആരാധനയിൽ പെരുന്നാളിൽ സംബന്ധിക്കുകയും അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത് തുടർന്ന് മടങ്ങി വരുന്നതായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 52-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് നമുക്ക് അറിയാം. അവിടെ ഈ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവം നമ്മെ അനുദിനം നടത്തുന്നതായിരിക്കുന്ന വഴികൾ തൻ്റെ കൃപയിൽ ആണ് നമ്മെ ഓരോ ദിനവും കർത്താവ് പരിപാലിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം നാം നമ്മളെ തന്നെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ആരാധന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം അഭിമന്യ അത്തനേഷ്യസ് തിരുമേനിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ശകലം വീഡിയോ ഇപ്രകാരം കാണുവാനിടയായി. എന്തുകൊണ്ട് നാം ദേവാലയത്തിൽ പോയി ആരാധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് തിരുമേനി ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് പറയുന്നു, വീട്ടിലിരുന്നാലും അതേ ദൈവമാണ്, പള്ളിയിൽ പോയാലും അതേ ദൈവമാണ്, എന്നാൽ പിന്നെ വീട്ടിലിരുന്നുകൂടെ എന്ന് പറയുമ്പോൾ തിരുമേനി അതിന് മറുപടിയായി പറയുന്ന ഒരു കാര്യം, ദൈവാലയത്തിലായിരിക്കുന്ന നാമം വീട്ടിലായിരിക്കുന്ന നാമം തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ദൈവത്തിനല്ല വ്യത്യാസം, നമ്മുടെ വ്യത്യാസമാണ്. അതുകൊണ്ട് ഏകാന്തതയിലും ശാന്തതയിലും പ്രത്യേക അനുഭവത്തോടുകൂടി ആരാധിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് അത് ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവകൃപയിൽ വളരുവാൻ ഇത് വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം ദിവ്യസംഗീത ഞായറാഴ്ചയായി കൊണ്ടാടി. അതിനോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ ആരാധനയ്ക്ക് നൽകുവാൻ സാധിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഒരു പ്രത്യേക അനുഭവം. ആരാധനയെ നമ്മൾ എപ്പോഴും പറയുന്നത് അത് വായിക്കുകയല്ല, പാടുകയുമല്ല, അത് ചൊല്ലുകയാണ്. ആരാധന ചൊല്ലുകളാണ് എന്നാണ് നാം പറയുന്നത്, ചാൻറ്റിങ്സ്. അതുകൊണ്ട് ചാൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വായിച്ചതായിരിക്കുന്ന ഒരു കാര്യം, ഇറ്റ് ക്ലീൻസ് ആൻഡ് ക്വയറ്റൻസ് ദ മൈൻഡ് ആൻഡ് ദ മൈൻഡ്സ് ബിക്കം ബ്രൈറ്റർ എന്നുള്ളതാണ്. ആരാധന അല്ലെങ്കിൽ ചൊല്ലുകൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന അനുഭവമാണ്. അവിടെ ഒന്നിച്ച് ആരാധനയിൽ സംബന്ധിക്കുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമായി തീരുന്നു. അതുകൊണ്ട് ശാന്തമാക്കുന്നതും നമ്മെ ശുദ്ധി ചെയ്യുന്നതുമായിരിക്കുന്ന വാക്കുകളാണ് ആരാധനയിലൂടെ നാം കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ ആരാധന, യെരുശലേം ദേവാലയത്തിലെ ആരാധനയ്ക്ക് ശേഷം മടങ്ങി വരുന്ന കർത്താവിനും മാതാപിതാക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും നാം കാണുന്നതായിരിക്കുന്ന ഒരു അനുഭവം ഇതാണ്. ശാന്തതയോടും അതോടൊപ്പം തന്നെ ശുദ്ധതയോടും കൂടി ദൈവത്തെ ആരാധിക്കുന്നതിന് അവരിടയായപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ അവരെ ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ തക്കവണ്ണം അവരെ ശക്തീകരിക്കുന്നതായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നാം ഇന്ന് കടന്നു പോകുന്നതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്കിഷ്ടമുള്ളതാകാം, ഇഷ്ടമില്ലാത്തതാകാം, നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തതാകാം. ഈ ഒരു ഖണ്ഡികയിൽ നാം കാണുന്നത് ഈ മാതാപിതാക്കളും ഒരിക്കലും അപ്രകാരം ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ ആയിരിക്കുന്ന കാര്യമല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ അത് ഒരു നാശത്തിലേക്കല്ല, അല്ലെങ്കിൽ ഒരു അപകടകരമായിരിക്കുന്ന അനുഭവത്തിലേക്കല്ല, പിന്നെയോ യേശു ആയിരിക്കുന്ന പൈതലിൻ്റെ ഒരു ദൈവകൃപ വളരുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഇല്ലാതെയാക്കുന്നതല്ല, നമ്മളെ അനുദിനം ദൈവകൃപയിൽ വളർത്തുന്നതായിരിക്കുന്ന അനുഭവമായി തീരണം. അതുകൊണ്ട് അതിന് നമ്മുടെ ആരാധനകളും നമ്മുടെ ധ്യാനങ്ങളും നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് നാം വേദപുസ്തകം വായിച്ചു, ആരാധനയിൽ പങ്കുചേർന്നു എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ശരീരത്തെ എത്രത്തോളം ശാന്തതയും ശുദ്ധതയും ഉള്ളതാക്കി തീർത്തു എന്നുള്ളതാണ്. ആ ശുദ്ധതയിലാണ് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളെ നാം കൈക്കൊണ്ട് ദൈവകൃപയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്രകാരം ദൈവകൃപയിൽ വളർന്ന് ദൈവ ആത്മകമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം
ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ മാസത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് തൻ്റെ കൃപയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരെയും ശക്തീകരിക്കുകയും അതിനായി നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.